നോക്കൂ, എമ്പുരാനാണ് നമ്മുടെ ഇന്നത്തെ തുടക്കം അല്ലേ? ഇത് ഏറ്റവും പുതിയതായി നമ്മൾ അനുഭവിക്കുന്ന, അതിനിടയിൽ തന്നെ എമ്പുരാന് ശേഷം ഇന്ത്യയിൽ, ലോകത്ത് ട്രംപിന്റെ ഭരണത്തിന് കീഴിലൊക്കെ നിരവധിയായ വിലക്കുകളും പുറത്താക്കലുകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ച് ഒരു ഐഡിയോളജിയുടെ ഭാഗം എന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രം നമ്മെ അടിമകളാക്കാൻ എന്ന് തന്നെ പറയാം, ധൈര്യപ്പെട്ട് പറയാം, അടിമ എന്നുള്ള വാക്ക് തന്നെ, അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തരത്തിൽ ഈ സിനിമ എമ്പുരാൻ നമുക്ക് വളരെ വിലപ്പെട്ടതാകുന്നു എന്നുള്ളതാണ്. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ബ്രാഹ്മണിക്കൽ നെയിമാണ്. എമ്പുരാൻ, എൻപുരാനേ എന്നാണ് അത് ശ്രീകണ്ഠേശ്വരം പത്മനാഭമുള്ള അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ തന്നെ വിവരിച്ചിരിക്കുന്നത്. എൻപുരാനേ, നോക്കൂ, അധികാരത്തിന്റെ ദണ്ഡ് നമ്മുടെ മേൽ പ്രയോഗിക്കുന്ന ഒരാളെ കാണുന്നില്ലേ എൻപുരാനെ എന്ന് വിളിക്കുമ്പോൾ? അതാണ് ആ സിനിമയുടെ ശുദ്ധ ബ്രാഹ്മണിക്കൽ കോർപ്പറേറ്റ് ഐഡിയയുടെ ആകത്തുക. പക്ഷേ നമ്മെ അത് വികാരാധീനരാക്കുന്നതും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ നെഞ്ചിൽ ഒരു വലിയ കല്ല് ചരിത്രത്തിൻ്റെത് എടുത്ത് വീണ്ടും വെച്ചതും ആ സിനിമ പറയുന്ന അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. അത് ബോധപൂർവം തന്നെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം മറവി, ഇപ്പോൾ പുതിയ വാക്ക്, പഴയ വാക്ക് ഏതാണ്? നമ്മളോട് ഓക്സ്ഫോർഡ് പറഞ്ഞു തന്നത് ഏത് വാക്കാണ്? നമ്മൾ എപ്പോഴും പറയുന്ന പോസ്റ്റ് ട്രൂത്ത് അല്ലേ? സത്യാനന്തരം എന്ന വാക്കാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓക്സ്ഫോർഡ് സർവകലാശാല വീണ്ടും പറയുന്നു, മനുഷ്യരെ ആ കാലം കഴിഞ്ഞു, പോസ്റ്റ് ട്രൂത്തിന്റെ കാര്യം കഴിഞ്ഞു, പുതിയ വാക്ക് ഞങ്ങളിതാ കൊണ്ടുവന്നിരിക്കുന്നു, ബ്രെയിൻ റോട്ട്. ബ്രെയിൻ റോട്ട് എന്താണ് ഈ ബ്രെയിൻ റോട്ട്? സത്യാനന്തരം പോലെ വിശാലമാകാൻ പോകുന്ന ഒരു വാക്കാണ്, ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വാക്കാ. മസ്തിഷ്കത്തിന് മറവി, കേട് സംഭവിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങളുടെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മകളിൽ നിന്ന് സകലതും മായ്ക്കപ്പെടും, സകലതും മാഞ്ഞു പോകും എന്നുള്ള ആ പദ്യത്തിന്റെ നെഗറ്റീവ് മീനിങ്, നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരങ്ങളായ അല്ലെങ്കിൽ ഒരിക്കലും മറന്നുകൂടാത്ത ചരിത്രങ്ങൾ പോലും മാഞ്ഞു പോകും. അതുകൊണ്ട് ഓക്സ്ഫോർഡിന്റെ ഏറ്റവും പുതിയ വാക്ക് ബ്രെയിൻ റോട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏപ്രിലാണ്, അത് കഴിഞ്ഞ് മെയ് വരും, അത് കഴിഞ്ഞ് പിന്നെ ജൂണും വരും ശരിക്കും. പക്ഷെ മെയ് 1 നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മാഞ്ഞുപോയ, അപ്രത്യക്ഷരാക്കിയ കലാകാരരെ, പുസ്തകങ്ങളെ, പിന്നെ ചരിത്രകാരരെയൊക്കെ ഓർമ്മിക്കുക നമ്മൾ പറയുന്നു. മെയ് 13 നിങ്ങൾ മറന്നു പോകരുത്. എന്തോ വിശേഷം? 1933 മെയ് 13 നാസി ബുക്ക് ബേണിംഗ് എന്ന് പറയുന്ന ലോകത്തെ പിടിച്ചു കുലുക്കിയ, അന്നത്ര പോരാ, പക്ഷെ ഇന്ന് നമ്മളെ എരിതീയിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംഭവം നടന്നു. 20,000-ഓളം മനുഷ്യരെ സാക്ഷി നിർത്തി മാർക്സിസ്റ്റുകാർ, ബുദ്ധിജീവികൾ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന പേരിൽ എഴുതിയ പുരോഗമനപരമായ എല്ലാ പുസ്തകങ്ങളെയും പിന്നെ ആരാണ് ഗീബൽസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അയാളുടെ അണികളുടെ നേതൃത്വത്തിൽ ചുട്ടുകരിക്കപ്പെട്ട ഒരു ദിവസമാണ് 1933 മെയ് 13. നാസി ബുക്ക് ബേണിംഗ് വരാൻ പോവുകയാണ്. അത് ഈ ചരിത്രം ആവർത്തിക്കുന്നു എന്നുള്ളതല്ല, അത് പലതരത്തിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, അതിനെ മിഖ ഉൽമാൻ എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധനായ ശില്പിയോട് പറഞ്ഞു, ഇതിനൊരു സ്മാരകം ഉണ്ടാക്കണം. അനേകം വർഷങ്ങൾക്ക് ശേഷം, നാസി ഭരണകൂടത്തിൻ്റെയൊക്കെ ആ തകർച്ചയ്ക്ക് ശേഷം അങ്ങനെ ശില്പം ഉണ്ടാക്കണം ഈ ഒരു സംഭവത്തിന്. പുസ്തകങ്ങൾ കത്തിക്കുക ചെറിയ കാര്യമല്ല, മനുഷ്യരെ കത്തിക്കുകയാണ്. ഹെർമൻ ഹെയ്ച്ചെ എന്ന് പറയുന്ന കവി, നമ്മൾ സാധാരണ ബ്രത്തിനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, പക്ഷെ ആളുകൾ ചരിത്രത്തിൽ ഉപയോഗമുള്ള ഇപ്പോൾ നമുക്ക് എടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ആദ്യം ഈ പുസ്തകങ്ങളെ കത്തിക്കുമെന്ന് വിചാരിച്ചോളൂ, ഇൻ ദ എൻഡ് ദേ വിൽ ബേൺ ഹ്യൂമൻസ്. അവസാനം പുസ്തകങ്ങൾ കത്തിച്ച് തുടങ്ങും, അവസാനം ആരിലെത്തും? മനുഷ്യരെ കത്തിക്കുന്നതിലെത്തിക്കും. ഈ ഹൈറ്റെ എന്ന് പറയുന്ന കവി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മിഖ ഉൽമാന്റെ അടുത്ത് ഒരു സ്മാരകം നിർമ്മിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യം ഒരു ശൂന്യത സൃഷ്ടിക്കുകയാണ്. ഒരു ബെർലിനിലെ ഒരു ചത്വരത്തിൽ, ഒരു മുറ്റത്ത് ഒരു ശൂന്യത, ഒരു ഹോളോ സ്പേസ് ഉണ്ടാക്കുകയാണ്. ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പ്രിന്റ് എടുക്കണമെന്ന് വിചാരിച്ചതാണ്, എന്നിട്ട് കാണിക്കാൻ വേണ്ടി. അതൊക്കെ ഗൂഗിളിൽ ഇതൊക്കെ കിട്ടും, നോക്കിയാൽ മതി. അപ്പോൾ പക്ഷെ അത് നമ്മൾ ഓർമ്മിക്കണം, നമ്മൾ പലരോട് പറയണം. അതാണ് ഈ വിവരങ്ങൾ, ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാൻ ഒരു പാടുമില്ല, തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് മാത്രം. അത്തരത്തിൽ പുസ്തകങ്ങൾ കത്തിച്ച് പിന്നെ ചരിത്രമുള്ള നാസി ഭരണകാലത്തെ ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കുമ്പോഴാണ് പിന്നെ പാട്രിക് മോദിയാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി, നോബൽ പ്രൈസ് വിന്നറാണ്, നക്ഷത്ര കവലയെ നമ്മൾ ഓർമ്മിക്കുന്നത്. ഈ നക്ഷത്ര കവലയാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിന്റെ 5 വർഷത്തെ ഫാസിസ്റ്റ് ജീവിതം എങ്ങനെയാണ് ഉണ്ടായതെന്ന്
ചരിത്രത്തിൽ നമ്മളോട് പറയുന്നത്. അപ്പൊ ഫ്രാൻസിസ് മോദിയാരോ നക്ഷത്രക്കവല എവിടെയാണെന്ന് നിങ്ങൾ അവിടെ ചെന്നൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ ആ ചെറുപ്പക്കാരൻ നേരെ കൈ അയാളുടെ നെഞ്ചിൽ വെക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എവിടെ ചെന്നാണ് ഈ നക്ഷത്രക്കാരൻ, അതേ പ്രക്രിയയാണ് എമ്പുരാനിലൂടെ നമ്മുടെ സിനിമ സംവിധായകർ, പിന്നണി പ്രവർത്തകർ, അതിലുൾപ്പെട്ട എല്ലാവരും ചെയ്തിരിക്കും. അവരോട് ചോദിച്ചു ഗോത്ര എവിടെയാണ്, എന്താണ് സംഭവം, പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല. അവര് നെഞ്ചിൽ കൈവച്ചു. ഒരു സിനിമ എടുത്ത് അവരുടെ മുഴുവൻ യാതൊരു അക്ഷരവും മിണ്ടാതെ ആ വിഷ്വൽസിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു കല്ലെടുത്ത് ചരിത്രത്തിൽ വെച്ചു. ആ കല്ലേറ് കൊണ്ടവരാണ് വാസ്തവത്തിൽ ഇപ്പോൾ ചരിത്രത്തിന് നേരെ നിന്ന് കിതയ്ക്കുന്നത്. ആ കിതപ്പ് വർത്തമാനകാല ഇന്ത്യയുടെ ഒരു അഭിമാനമായി നമ്മൾ കരുതണം എന്നുള്ളതാണ് എമ്പുരാനും നമ്മളൊക്കെ കാണാനുള്ള കാരണം. അല്ലെങ്കിൽ അത് ലൂസിഫറിന്റെ ഒരു 2ാം ഭാഗ സിനിമയായി അധപ്പതിച്ചു പോകുമായിരുന്ന ഒരു കലാസൃഷ്ടിയാണ്. അപ്പോൾ അതൊരു കാര്യം. അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ ചരിത്രം, ഈ പുസ്തകങ്ങൾ നിരോധിക്കുക, കലാകാരരെ കൊല്ലുക, ഇതൊന്നും ഇപ്പോൾ അല്ല തുടങ്ങിയത്. നമുക്ക് അറിയാവുന്നത് ഒരു ഇൻഡോളജിസ്റ്റായ വെൻറി ധോണികരുടെ പുസ്തകം ദ ഹിന്ദുസ് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ഭയങ്കര വിലപ്പെട്ട പുസ്തകമാണ്. ഈ പുസ്തകം നിരോധിച്ചു ഇന്ത്യയിൽ. വായിക്കാൻ വേണ്ടി നമ്മളൊക്കെ അന്വേഷിക്കുമ്പോഴൊന്നും ആ പുസ്തകമില്ല. പക്ഷെ പിന്നീട് ഇന്ത്യയിലെ തന്നെ ഒരു പ്രസ് അത് ഏറ്റെടുക്കുകയും ആ പുസ്തകം വീണ്ടും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പൊ ആദ്യത്തെ ചരിത്രം എവിടെയെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ കുറിച്ച് പഠിച്ച ഇൻഡോളജിയാണ്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതമൊന്നുമല്ല. അതിനെക്കുറിച്ച് പഠിച്ച വെൻറി ധോണികർ എന്ന് പറയുന്നവരുടെ പുസ്തകത്തെ നിരോധിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയാം. ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ഫാഷിസ്റ്റിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് കൂടെ പോകണം. സവർക്കർ എന്ന് പറയുന്ന ആള് തിരുവിതാംകൂറിലേക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. വളരെ സവിശേഷമാണ് ആ കത്ത്. സവർക്കർക്ക് എന്താ തിരുവിതാംകൂറുമായി ബന്ധം? സർ CP രാമസ്വാമി അയ്യർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച് നിൽക്കുമ്പോൾ സവർക്കർ അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. സ്വതന്ത്ര രാജ്യമായി നിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ചല്ലോ സർ CP. അപ്പോൾ സവർക്കർ അയച്ച കത്തിൽ ഒരു അനുമോദന കത്താണ്. അതിലിങ്ങനെ എഴുതിയിരുന്നു. എന്താ എഴുതിയിരുന്നത്? ഒരു സ്വതന്ത്ര ഹിന്ദു രാജ്യം പ്രഖ്യാപിക്കാൻ സന്മനസ് കാട്ടി അങ്ങേ ഹൃദയം തുറന്ന് ഞാൻ അനുമോദിക്കുന്നു. കേരളവും അപ്പോൾ നമ്മളും സവർക്കറുടെ തലോടലേറ്റതിൽ നിന്ന് ഭിന്നമല്ല. സർ CPക്കാണ് ആ കത്ത് പോയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ നിറം പറഞ്ഞുകൊണ്ട് ആളുകളെ പുറത്താക്കുന്നല്ലോ, അല്ലെങ്കിൽ നിറം പറഞ്ഞുകൊണ്ട് തമ്മിൽ കലഹിക്കുന്നല്ലോ. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച നമ്മൾ എത്രയോ മനുഷ്യർ, ആരാണ് തൊട്ടിപ്പുറത്തിരിക്കുന്ന ജാതി മതം നമ്മൾ അന്വേഷിച്ചോ? ബെഞ്ചിന്റെ ഒരു ഹിസ്റ്ററി തന്നെ, ബെഞ്ചിന്റെ രാഷ്ട്രീയം തന്നെ അതാണ്. അത് നമ്മൾ 6 പേരിരിക്കേണ്ട അടുത്ത് 7 പേരിരുന്നിട്ട് ഒരുത്തനെ ഉന്തിത്തള്ളി താഴെ ഇരുന്ന ഒരു തമാശ കളി പോലും അതിനകത്തുണ്ട് ഇല്ലേ? പക്ഷെ എല്ലാവരെയും നമ്മൾ അതിനകത്ത് ഇവിടെ ഇരിക്കാം, ഇവിടെ സ്ഥലമുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് ബെഞ്ച് എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്ക് മലയാളത്തിൽ ലോകത്തെവിടെയും അതിന്റെ ചരിത്രം സ്ഥാപിച്ചത്. പിന്നെ ഇരിപ്പിൽ നമ്മൾ അപ്പുറത്തെ ആളുടെ മതവും ജാതിയും ഒന്നും നോക്കിയൊന്നുമില്ല, ഒന്നും അങ്ങനെ നമ്മളെ അലോസരപ്പെടുത്തിയുമില്ല. പക്ഷേ സവർക്കർ ഒരിക്കൽ പിന്നെ ഒരു ചരിത്രകാരൻ ഹിന്ദുക്കളെല്ലാവരും കറുത്തവരാണെന്ന് പറഞ്ഞു. അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കറുത്തവരാണെന്ന് പറഞ്ഞു. ഉടനെ സവർക്കറിനെതിരെ വന്നിട്ട് പറയുകയാണ്, അല്ലല്ല, ഞങ്ങൾ ഹിന്ദുക്കൾ വെളുത്തവരാണ്. അത് നമ്മൾ പിന്നെ ഇറാനികളുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ കൃത്യമായും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആരുടെ ഒക്കെ പാരമ്പര്യമാണെന്ന്. ഞങ്ങൾ ഇറാനികളുടെ പാരമ്പര്യമാണ്, ഞങ്ങളെല്ലാവരും വെളുത്തവരാണ്. ഞങ്ങളുടേത്, അടുത്ത വാക്കാണ് വളരെ പ്രധാനം, ശ്വേതഭാരതമാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് ശ്വേതഭാരതത്തിൽ ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു രാഷ്ട്രീയ സംഹിതയാണ് നമ്മെ കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. ശ്വേതഭാരതമാക്കാൻ കറുത്തവർക്കാർക്കും സ്ഥലമില്ല ഇവിടെ. അത്തരത്തിൽ സവർക്കറുടെ ഒരു പ്രസ്താവനയുണ്ട്. ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ ഈ ചരിത്രം മുഴുവൻ ഇങ്ങനെ കിട്ടും. ഏതെടുക്കണം നമ്മൾ എപ്പോൾ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം നൽകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ട മനുഷ്യരുണ്ടായിരുന്ന ഒരിടത്ത് നമുക്കറിയാം, ജാതീയമായി കേരളത്തിൽ ഒരു കുടുംബത്തിൽ തന്നെ BDJS-ഉം ഒരു കുടുംബത്തിൽ തന്നെ ശ്രീനാരായണീയനും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ വൈരുദ്ധ്യമുള്ള കാര്യമാണ്. നേരത്തെ സിദ്ദിഖ് സാർ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു കുടുംബത്തിൽ തന്നെ BDJS-ന്റെ ആളുകൾ ഉണ്ടാവുക, അവരുടെ ഐഡിയോളജി പുലരുക. ഇത് ലോക ചരിത്രത്തിൽ സംഭവിക്കാത്തതാണോ എന്ന് ചോദിച്ചാൽ, ഇത് സംഭവിക്കുന്നിടത്ത് സംശയത്തോടെ വീക്ഷിക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കരുത്തുണ്ടാകണം. ഉണ്ട്, അവിടെയാണ്. നിങ്ങൾക്ക് ഒരു വീട്ടിൽ പലവിധ ഐഡിയോളജികൾ ഉണ്ട്, ഞങ്ങൾ അങ്ങനെ താമസിക്കുന്നു, അത് ജനാധിപത്യമല്ലേ എന്ന് ചോദിക്കുന്നിടത്ത്
എന്താണ് അവിടെ വളരുന്ന വിഷച്ചെടി എന്നുള്ളത് വളരെ കൃത്യമായി പൊതുജനത്തിന്, നമ്മുടെ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള രാഷ്ട്രീയ സന്നദ്ധത നമ്മൾ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. വിരുദ്ധാഭിപ്രായങ്ങൾ നമ്മൾ അങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്തൊരു കാര്യം പറയുന്നത്. മറ്റൊരു മന്ത്രം, ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്, പിന്നെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഊ വേദം ഓതുന്നത് കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് ഊ ഊ, ഇങ്ങനെ ഒരു സ്വര ചിഹ്നം ഇവിടെ സേവാവ വിഡ്ഢി. ഇതെവിടെ കേട്ടു? ആരെങ്കിലും കേട്ടു ഇത്? ഇതിപ്പോ നമ്മൾ കേൾക്കേണ്ട സന്ദർഭമാണ്. സേവാവ വിഡ്ഢി. ഇനി അതിന്റെ ലാസ്റ്റ് പറഞ്ഞാൽ ചിലർക്കെങ്കിലും അറിയാവും. ഹേപ്പ് ഹേപ്പ് ഹുറേ. കേട്ടില്ലേ ഇത്? മലയാളത്തിലെ ത്രസിപ്പിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിന്റെ തുടക്കം ഈ വേദ ഉച്ചാരണത്തെ പരിഹസിച്ചുകൊണ്ടാണ്. വേദങ്ങൾ ഉച്ചരിച്ചാണ്ട് പഠിപ്പിക്കുക. അതിന് സേവാവ വിഡ്ഢി എന്ന് പറഞ്ഞാൽ എന്തുവാ? തുടർച്ചയുണ്ട്. പക്ഷെ അത് അവസാനിക്കുന്നത് ഒരു കാലത്ത് വലിയ ആവേശമായിരുന്ന ഹിപ് ഹിപ് ഹുറേ പോലുള്ള, പിന്നെ അതിനൊക്കെ നമുക്ക് വിമർശിക്കാം. ഹിപ് ഹുറയുടെ പിന്നിലുണ്ടായിരുന്ന രാഷ്ട്രീയമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിനൊക്കെ പറയുമ്പോഴും മലയാളത്തിൽ ഇത്തരത്തിലുള്ള സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പുസ്തകങ്ങൾ നിരോധിക്കപ്പെട്ടില്ല, നാടകങ്ങൾ അന്ന് നിരോധിക്കപ്പെട്ടില്ല. അക്രമങ്ങൾ ഉണ്ടായി, അതിനെ ചെറുത്ത് തോപ്പിക്കാനുള്ള കഴിവും അന്നത്തെ കലാകാരർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നവോത്ഥാനത്തിന്റെ പാതയിൽ വളരെ കർക്കശമായി രാഷ്ട്രീയം പറഞ്ഞു സഞ്ചരിക്കാൻ ഒരുപക്ഷെ എല്ലാവർക്കും പിന്നെ അവസരം ഉണ്ടായത്. എന്നാൽ എന്താണ് പിന്നെ ദ എമർജൻസി എന്ന് പറയുന്ന സിനിമ ഇപ്പൊ നിരോധിക്കാത്തത്? കണ്ടില്ലേ? ദ എമർജൻസി എന്ന് പറയുന്ന കങ്കണ റണാവത്തിന്റെ സംവിധാനം ചെയ്ത സിനിമ ഇന്ദിരാഗാന്ധിയുടെ ജീവിതവും അവരുടെ ജീവചരിത്രവും ഒക്കെയാണ് പറയുന്നത്. ശ്രദ്ധിച്ചു അതിന്റെ രാഷ്ട്രീയം? കിസ കുർസിക്ക എന്ന് പറയുന്നു. സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഒരു വിശ്വപൗരനായി അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. സഞ്ജയ് ഗാന്ധിയുടെ മരണത്തിൽ ഇന്ത്യൻ ജനതയുടെ പ്രതിഷേധമൊക്കെ ഉണ്ട്, അതും അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ആരെ പ്രൊമോട്ട് ചെയ്യാനാണ് എന്നുള്ളത് സൂക്ഷ്മ വിശകലനം നടത്തിയാൽ ദ എമർജൻസി എന്ന് പറയുന്ന സിനിമ ഇന്ത്യയിൽ കാണിക്കേണ്ടതല്ല. ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുക്കം ആളുകളെ കണ്ടുള്ളൂ എന്നതാണ്. അത്തരം സിനിമകൾ വന്നു പോകുന്നു, അതിനൊന്നും പ്രശ്നമില്ല. കാശ്മീർ ഫയൽസിന് ഇന്ത്യൻ പാർലമെന്റിൽ ടാക്സ് ഇളവ് കൊടുത്തില്ലേ? കാശ്മീർ ഫയൽസിന് നിങ്ങളെല്ലാവരും കണ്ടോ? ഇതിന് ടാക്സ് പിന്നെ ഇളവാണ്, നികുതി കൊടുക്കണ്ട എന്ന മട്ടിൽ ആ സിനിമ പ്രചരിപ്പിച്ചു. അതേസമയം ആനന്ദ് പട്വർക്കന്റെ റീസൺ എവിടെ തടഞ്ഞു? പുരോഗമന കലാസാഹിത്യ സംഘാണ് അത് തിരുവനന്തപുരത്തൊക്കെ പ്രദർശിപ്പിച്ചത്. മടിക്കാതെ ഡിവൈഎഫ്ഐ പോലുള്ള വിഭിന്ന സംഘടനകൾ അത് ഏറ്റെടുത്തു. അത്തരത്തിലുള്ള ഡോക്യുമെന്ററികൾ യഥാർത്ഥത്തിൽ പറയുന്നത് അത് നിരോധിക്കപ്പെടുകയും അതിനെ കാണിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പൊ ട്രംപിന്റെ UK ഒരു പിന്നെ കോർട്ടിന്റെ, സുപ്രീം കോർട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വിധി തന്നെ സ്ത്രീകളെ അവരുടെ ബയോളജിക്കൽ സെക്സിന്റെ അടിസ്ഥാനത്തിൽ കാണണം എന്നുള്ളതാണ്. ലോ അങ്ങനെ മാറണം എന്നുള്ള അടുത്ത കാലത്ത്, സമീപകാലത്ത്, ഇന്നലെയോ മെനങ്ങാന്നോ വന്നൊരു വിധിയാണ്. UK വന്നതാണ്. അവർ പറയുന്നത് അത് തന്നെ ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ ബയോളജിക്കൽ സെക്സിന്റെ അടിസ്ഥാനത്തിൽ അവർക്കുള്ള നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്വുമൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ മനുഷ്യർ അവരിൽ നിന്ന് പുറത്തായി, അവിടെ ഇല്ല. യഥാർത്ഥത്തിൽ ബയോളജിക്കലായിട്ടുള്ള സ്ത്രീകളെ മാത്രമേ അംഗീകരിക്കൂ, അവർക്കാണ് നിയമങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് UK പോലുള്ള ഒരു രാജ്യം, ഒരു സാമ്രാജ്യം എണീറ്റ് നിന്ന് പ്രഖ്യാപിക്കുകയാണ്. അത്തരത്തിലുള്ള നിരോധനങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇടയിലും വളരെ സ്ത്രീവിരുദ്ധമായ പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ചോദിക്കുമല്ലോ, നിർമാല്യം പോലുള്ള ഒരു സിനിമ എടുക്കാൻ പറ്റുമെന്ന്. എന്താ എടുത്താൽ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എടുക്കാൻ നിർമാല്യം പോലൊരു സിനിമ? ഇനിയിപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്ന സീൻ വേണ്ടി വരില്ല, കാലം മാറി. പക്ഷേ അതിനേക്കാൾ വളരെ ക്രൂഷ്യലായ ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു സിനിമ എടുക്കാൻ എന്താണ് പ്രയാസം? അങ്ങനെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരവസരത്തിലേക്കാണ് നമ്മൾ മാറുന്നത്. കാമിൽ പഗ്ലിയ എന്ന് പറയുന്ന ഒരു സ്ത്രീവാദ ഒരു പഠിതാവ് അവർ പറയുന്നുണ്ട്, സ്ത്രീകളെ എർത്ത് കൾട്ടെന്നും സ്കൈ കൾട്ടെന്നും പിന്നെ വച്ചിട്ടുണ്ട്. കാരണം ഭൂമിയിൽ ഇപ്പൊ സീതയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെയാണല്ലോ ആദർശവതിയായ സ്ത്രീകൾ. സീതയെ പറയുമ്പോൾ മണ്ണിൽ നിന്ന് കിട്ടിയതാണ്, അവിടെ നിന്ന് കിട്ടിയതാണ് ഒക്കെ നമ്മൾ കഥകളായി അംഗീകരിക്കുന്നു.
അതേസമയം ഈ മണ്ണിൽ നിന്ന് ജനിച്ച ജീവിതങ്ങളെ ആകാശത്തേക്ക് ഉയർത്തി ദൈവങ്ങളാക്കി. അപ്പോഴാണ് ആകാശത്തെ സ്കൈ കൾച്ചറിലേക്ക് വന്നപ്പോൾ നമുക്ക് അവരൊക്കെ ദേവന്മാരും ദേവിമാരുമായി, ചിലർക്ക് തൊട്ടുകൂടാത്തവരായി, ചിലർക്ക് പ്രവേശനമില്ലാത്തവരായി അവരങ്ങനെ മാറുകയാണ്. ഒരു കൾച്ചറൽ സ്റ്റഡിയാണ്. ഇതിനെക്കുറിച്ച് റൊമീല ഥാപ്പർ വളരെ നന്നായി അവരുടെ വർഗീയതയും ചരിത്ര പൈതൃകവും എന്നുള്ള പുസ്തകത്തിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് തുടർ പ്രഭാഷണങ്ങളും എഴുത്തുകളും നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ പുസ്തകങ്ങൾ നിരോധിക്കപ്പെടുന്നു. എന്തുവാ ഗൗരി ലങ്കേഷിനെ കൊല്ലാൻ കാര്യം? ആദ്യം നിരോധിച്ചത് ലങ്കേഷ് പത്രികയാണ്. ബസവണ്ണയുടെ ആളുകളെ, ലിംഗായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്കുള്ള അവകാശങ്ങളായി പോരടിക്കുന്നു എന്നൊരു കാര്യമാണല്ലോ പറഞ്ഞത്. എന്തായിരുന്നു നരേന്ദ്ര ദാഭോൽക്കറിന്റെ കുറ്റം? 14 കാര്യങ്ങൾ അദ്ദേഹം 8 കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞു. എങ്ങനെയായിരിക്കണം ഒരു രാജ്യത്ത് ജീവിക്കേണ്ടത്? മതനിരപേക്ഷമായ ഒരു രാജ്യത്ത് യുക്തിഭദ്രമായും സയൻസും കണക്കിലെടുത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കണം. അതുകൊണ്ട് നരേന്ദ്ര ദാഭോൽക്കറെ കൊന്നു. ഡോക്ടർ കൽബുർഗി അതേ വഴിയിൽ പോയി. സ്റ്റാൻ സ്വാമി എന്തുകൊണ്ട് കൊന്നു? ഏത് പുസ്തകമാണ് സ്റ്റാൻ സ്വാമിക്ക് വേണ്ടി ഇന്ത്യയിൽ ഉണ്ടായത്? ഏതെങ്കിലും പുസ്തകം ഉണ്ടായോ? അപ്പോൾ വിദേശങ്ങളിൽ ഫാഷിസത്തിന് അടിമപ്പെട്ട് വളരെയധികം നൊന്ത് ജീവിച്ച മനുഷ്യരുടെ പിൽക്കാല തലമുറകൾ പുസ്തകങ്ങൾ എഴുതുന്നു. അതിനെക്കുറിച്ച് ഓർമ്മയിൽ നിന്ന് ചരിത്രത്തെ കുടഞ്ഞിടുന്നു. മറവിയിലേക്ക് അവർ, വിസ്മൃതിയിലേക്ക് അവർ ആഴുന്നില്ല. അതേ ഒരു ചരിത്ര പ്രതിസന്ധിയിലേക്കാണ്, ചരിത്ര സന്ധിയിലേക്കാണ് നമ്മളും വരുന്നത് എന്നുള്ളത് കൊണ്ട് പുതിയ സിനിമകൾ നമുക്ക് എന്തായാലും പുതിയ തലമുറയിൽ നിന്ന് പ്രതീക്ഷിക്കാം. NS മാധവൻ എന്നുള്ള എഴുത്തുകാരൻ എന്താ അദ്ദേഹം ചെയ്തത്? 1-2 എടുത്ത് ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞത് ഹിഗിറ്റ എഴുതിയ ആളല്ലേ? ശരിയാണ്. ചൂളൈമേട്ടിലെ ശവങ്ങൾ എഴുതിയ ആളല്ലേ? ഭീമച്ചൻ പോലൊരു കഥ എഴുതിയ ആളല്ലേ? എല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നിലവിളി എന്ന കഥ? ഗുജറാത്ത് കലാപമാണ്, ഗോദ്ര സംഭവമാണ്. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഖുത്ബുദ്ദീൻ അൻസാരി, എനിക്ക് വയസ്സ് 29. ആരായി ഖുത്ബുദ്ദീൻ അൻസാരി? സ്വന്തം ഭാര്യയെ, മകളെയും ഒക്കെ കൺമുന്നിലിട്ട് ബലാത്സംഗം ചെയ്ത് ചിലരെ കൊന്നു, ചിലരെ ജീവനോടെ മരിക്കാൻ വേണ്ടി വിട്ടു. ആ ഖുത്ബുദ്ദീൻ അൻസാരിയെ കുറിച്ച് NS മാധവനെ പോലൊരാൾ നിലവിളി എന്നൊരു കഥ എഴുതിയിട്ടുണ്ട്. എത്ര ചരിത്ര സംബന്ധിയായി നമ്മൾ ചർച്ച ചെയ്തു. അപ്പോ ഇനിയും ചരിത്രത്തിന്റെ അടരുകളിൽ ഇമാതിരിയുള്ള പുസ്തകങ്ങൾ കിടപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബദൽ കുടുംബ പാഠങ്ങൾ നേരത്തെ സാർ നമ്മുടെ നയരേഖയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ കുടുംബങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക, ആ ഗ്രൂപ്പിലേക്ക് ഈ വക ഐഡിയോളജി, പ്രത്യയശാസ്ത്രം കടത്തിവിടുക വളരെ അപകടകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രസംഗത്തിൽ കേട്ടത് ഒരു സ്ഥലത്ത് ഒരാൾ പറഞ്ഞത്, റിട്ടയർ ചെയ്ത മനുഷ്യരെ എല്ലാവരെയും വളഞ്ഞു പിടിച്ച് തീർത്ഥയാത്രാ ഗ്രൂപ്പുകളിലേക്കും അതുപോലെ മറ്റ് ഈ സംവിധാനങ്ങളിലേക്കും കൊണ്ടുവന്ന് അവരെ നിഷ്ക്രിയരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ എളുപ്പത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന വാക്ക് പറയാമോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനൊക്കെ വിധേയമാവുന്ന തരത്തിൽ അത്ര കെട്ടുറപ്പില്ലാത്തതാണോ നമ്മുടെ രാഷ്ട്രീയ പാഠങ്ങൾ? ഡോക്ടർ KN പണിക്കർ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുറച്ച് ചെറുപ്പകാലത്ത് ആവേശപൂർവ്വം കേട്ടിരുന്നതാണ് പണിക്കർ സാറിന്റെ ഒക്കെ പ്രസംഗങ്ങൾ. അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്താ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാഭാരതത്തിലെ ഒരു പാഠം ഗാന്ധാരി വിലാപമാണ്. പക്ഷെ മഹാഭാരതം സീരിയൽ ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്തപ്പോൾ ആ പാഠം അതില്ല. ഗാന്ധാരി വിലാപം ഒഴിവാക്കിയിട്ട് മഹാഭാരത സീരിയൽ സംപ്രേഷണം ചെയ്ത നാടാണ് ഇന്ത്യ. അപ്പോൾ എന്തായിരുന്നു കലയുടെ കൈകോർക്കൽ ഫാഷിസവുമായി? ഗാന്ധാരി വിലാപം ഏറ്റവും നല്ല യുദ്ധവിരുദ്ധ മുദ്രാവാക്യമാണ്. അത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഏറ്റവും നല്ല അതിനകത്ത് തന്നെ പാരിസ്ഥിതിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഏജന്റ് ഓറഞ്ച് എന്ന് കേട്ടാൽ എന്താന്ന് മറന്നുപോകുന്ന നമ്മൾക്ക് മുന്നിൽ ഈ കലാകാരരെ ഇങ്ങനെ കൊന്നവസാനിപ്പിക്കുന്ന, അവരുടെ പുസ്തകങ്ങളെ തീയിട്ട് നശിപ്പിക്കുന്ന ഒരു വലിയ ചരിത്രമുണ്ട്. കെന്നഡിയുടെ വധത്തെക്കുറിച്ച് ഞാനിതാ ഫയലുകൾ വീണ്ടും അന്വേഷിക്കാൻ പോവുകയാണെന്ന് അധികാരത്തിലേറിയതിന്റെ 2ാം നാൾ ട്രംപ് ഉത്തരവിട്ടു പറഞ്ഞു. കേട്ടല്ലോ എല്ലാവരും. കെന്നഡിയുടെ മരണത്തിന് എന്താ കാര്യം? കൊലപാതകത്തിന് എന്താണ് കാര്യം അറിയില്ല. ആ ഫയൽസ് ആരും റീഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷേ ട്രംപ് പറയാണ് ഞാനത് ചെയ്യാൻ പോവാണ്. എന്താ കാര്യം? വിയറ്റ്നാം എന്നൊരു ചെറിയ രാജ്യം പിടിച്ചു നിന്നു യുദ്ധത്തിൽ. ആ സമയത്ത് കെന്നഡിയുടെ സമയത്ത്, അന്ന് കെന്നഡിയുടെ ഭരണമാണ് അമേരിക്കയിൽ. ഈ വിയറ്റ്നാം പിടിച്ചു നിന്നതിന്റെ ചരിത്രം എന്താ? എങ്ങനെ വിയറ്റ്നാമിനെ തകർത്തു എന്നുള്ളതാണ് ഏജന്റ് ഓറഞ്ചിലൂടെ നമ്മൾ കെന്നഡിയിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വസ്തുത. ഏജന്റ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒരുതരം കീടനാശിനിയാണ്. അത് കളനാശിനി, ഇലനാശിനി, അതുപോലെ
ഒരു ഒരു രാജ്യത്തെ മുഴുവൻ സസ്യസമ്പത്തിനെയും പരിസ്ഥിതിയെയും ഇല്ലാതാക്കാൻ പോകുന്നതിന് കെമിക്കൽ വെപ്പൺ നിർമ്മിച്ചു അമേരിക്ക, ഏജന്റ് ഓറഞ്ച്. അപ്പൊ അതിലേക്ക് ആരെയൊക്കെ പ്രതി ചേർക്കാമെന്നും കെന്നഡി എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്തതെന്നും ഒപ്പം തന്നെ അമേരിക്കയുടെ ആ രാഷ്ട്രീയ ആയുധം പുതിയ സാഹചര്യത്തിൽ ഞങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന മുന്നറിയിപ്പും കൊണ്ടാണ് ട്രംപ് അതുപോലെ ഒരു അടഞ്ഞ അധ്യായം എന്ന് നമ്മൾ കരുതുന്ന കെന്നഡി വധത്തിന് വീണ്ടും ഞാൻ റീഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇത് ഒറ്റയായി നിങ്ങൾ എടുക്കുകയാണോ സംഭവം? ഫലസ്തീനിൽ, അഫ്ഗാനിസ്ഥാനിൽ യൂണിവേഴ്സിറ്റികളിൽ സ്ത്രീകളെ നിരോധിച്ചു, ജിംനേഷ്യത്തിൽ താലിബാൻ നിരോധിച്ചു സ്ത്രീകളെ, അല്ലെ? അപ്പൊ ഫലസ്തീനിൽ ഒരുപാട് നിരോധനങ്ങളാണ്. ഈ നിരോധനങ്ങളൊക്കെ വരുമ്പോഴും അവിടെയുള്ള ആളുകൾ എഴുതുന്നു. ഫാത്തിമ മെർനിസി, ഞാൻ നേരിട്ട ഒരു നിരോധനം ഞാൻ പറയാം. ഫാത്തിമ മെർനിസി എന്ന് പറയുന്ന ഏറ്റവും വലിയ അറബിക് പണ്ഡിത, മിടുമിടുക്കി, സ്ത്രീവാദ നമുക്ക് പറയാവുന്ന തരത്തിൽ പഠിതാവ്, അവര് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രഭാഷണത്തിന് ക്ഷണിച്ചു. ഏകദേശം ഒരു 10-12 കൊല്ലം ആയിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തു, പോവാൻ കാത്തിരുന്നു. പെട്ടെന്നാണ് ഒരു വാർത്ത വരുന്നത്, അവരെ നിരോധിച്ചിരിക്കുന്നു. ഫാത്തിമ മർനീസിയെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണത്തിന് അനുവദിച്ചില്ല. ഗുലാം അലിയെ പോലൊരു ഗായകനെ പാടാൻ അനുവദിച്ചില്ല. എന്താ കാര്യം? പാടാൻ അനുവദിച്ചോ? പക്ഷേ ഈ കേരളത്തിൽ അദ്ദേഹം പാടി എന്നുള്ളത് കൊണ്ടാണ് കേരളത്തെ നമ്മെ ഓർക്കുന്നത്. എന്തുകൊണ്ട് എം എം ഹുസൈൻ എവിടെ പോയി? എന്തുകൊണ്ട് എം എം ഹുസൈനെ കാര്യം പറയാം. പ്രധാനപ്പെട്ട കവി ONV ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോദ്യമൊക്കെ നമ്മളിപ്പോൾ എടുത്തിങ്ങി വയ്ക്കണം. നിങ്ങൾക്ക് ബേഗഡ നൃത്തത്തെയും ഖവാലിയെയും വിഭജിക്കാനാവുമോ എന്നുള്ള ചോദ്യം. വിഭജനത്തെക്കുറിച്ചും ഈ വിദ്വേഷത്തെക്കുറിച്ചും വെറുപ്പിനെ കുറിച്ചും പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഖവാലി നൃത്തത്തെയും ഖവാലിയെയും ബേഗഡ നൃത്തത്തെയും നിങ്ങൾക്ക് വിഭജിക്കാനാവുമോ എന്ന്. അതിൽ കൂടുതൽ കലയെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ച് ഒരിക്കലും വേർതിരിക്കാനാവാത്ത ഒന്നിനെക്കുറിച്ചൊരു ചോദ്യം നമുക്ക് ഒരാളോട് ചോദിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അത്തരത്തിൽ നിൽക്കുമ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇനി ഒരുപാട് നിരോധനങ്ങൾ വന്നേക്കാം. ഈ വെൻഡി ധോണികളുടെ പുസ്തകം ഇപ്പോൾ നമുക്ക് വായിക്കാൻ കിട്ടും, അവൈലബിൾ ആണ്. വേറൊരു ഒരു പബ്ലിഷേഴ്സ് അത് ഏറ്റെടുത്ത് പ്രസിദ്ധീകരിച്ചു. പക്ഷെ അങ്ങനെയല്ലാതെ പോകുന്നു. മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്തുകൊണ്ടാണ് നിരോധിക്കപ്പെട്ടത്? സൽമാൻ റുഷ്ദി, അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിരോധിക്കപ്പെട്ടു കേട്ടോ. അത് ഞാൻ അടുത്ത കാലത്താണ് വായിക്കുന്നത്. എന്ന് വെച്ചാല് മിഡ് നൈറ്റ് ചൈൽഡ്, അതില് അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവിനെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനമായി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഈ പുസ്തകം ഇതിനകത്തുനിന്ന് പുറത്തിറക്കണ്ട, പിണങ്ങിപ്പോയി. അപ്പോൾ മിഡ് നൈറ്റ് ചൈൽഡ് എന്നുള്ള ആരാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നുള്ളത് നമുക്കറിയാം. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് മിഡ് നൈറ്റ് ഫ്രീഡം കിട്ടിയവരാണ് നമ്മളൊക്കെ, അല്ലെ? അപ്പൊ അത്തരത്തിൽ ആശയങ്ങളെ ഇതുപോലെ കൊണ്ടുപോകുന്ന നിരവധിയായ പുസ്തകങ്ങൾ നിരോധിക്കപ്പെടും. കലാകാരൻ സ്റ്റാൻ സ്വാമിയെ പോലുള്ള, അവിടെ പറഞ്ഞാണ് തുടങ്ങിയത്. സ്റ്റാൻ സ്വാമിയെ പോലുള്ളവർക്ക് വെള്ളം കുടിക്കാൻ പോലും ഒരു കുഴൽ പോലും കൊടുക്കില്ല. വന്നേക്കാം സ്റ്റാൻ സ്വാമിയെ കുറിച്ചുള്ള പുതിയ പുസ്തകങ്ങൾ. ഹാൻസിനെയും മക്കളെയും ഓർമ്മയില്ലേ? എന്താ അവർ ചെയ്ത കുറ്റം? ക്രിസ്ത്യാനിറ്റി എന്താണ് അവർ ചെയ്ത കുറ്റം? അവരുടെ മതപ്രചാരണമോ അവരുടെ സ്നേഹ സന്ദേശങ്ങളോ വളരെ ഹൃദ്യമായി പകർത്തുകയായിരുന്നു. ആ ഹാൻസിനെയും മക്കളെയും കുടുംബത്തെയും ചുട്ടരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പുക്കാസയിൽ നിന്ന് ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് അവർ പോയിരുന്നു, കുറെ ആളുകൾ പോയിരുന്നു. അവിടെ കണ്ട ചിത്രങ്ങൾ പിന്നീട് ഒരു യാത്ര അതുപോലെ കുറച്ചുപേർ ചേർന്നെങ്കിലും നടത്തിയത് റോഹിംഗ്യകളെ ഇന്ത്യ തടഞ്ഞിട്ട് അവസാനം എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് ഒരു ഗലിയിൽ കുറച്ച് സ്ഥലത്ത് ആ റോഹിംഗ്യകൾക്ക് തങ്ങാൻ ഒരു അവസരം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ അവസരം കൊടുത്ത ഇടത്തേക്ക് ചെന്നപ്പോഴാണ് പകർച്ചവ്യാധികളും ഭക്ഷണമില്ലായ്മയും സ്വാതന്ത്ര്യമില്ലായ്മയും കൊണ്ട് വീർപ്പുമുട്ടുന്ന റോഹിംഗ്യ എന്ന് പറയുന്ന ജനത ഇന്ത്യയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നത് നാം കാണുന്നുണ്ട്. നാം അറിയുന്ന കഥകൾ, അറിയുന്ന സംഭവങ്ങൾ എത്രയോ വലുതാണ്. പക്ഷേ അതേസമയം അറിയാത്ത കാര്യങ്ങൾ എത്രയോ കൂടുതലാണ് എന്നുള്ളത്. 1947 മുമ്പ് നമുക്ക് ഈ മതം വിരോധം അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് ചെറുതായിട്ടൊക്കെ നമുക്ക് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം, 1947 മുമ്പ് നിങ്ങൾ നേരിട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അതെന്തായിരുന്നു? രാഷ്ട്രീയ സംഘാടനത്തിന്റെ ഭാഗമായാണ് അന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു വർഗീയതയെ നമ്മൾ കാണുന്നത്. അത് പിന്നീട് മാഞ്ഞു പോകാനുള്ള സർവ്വശ്രമങ്ങളും നടത്തി. നേരത്തെ ഗാന്ധിയെക്കുറിച്ച് സിദ്ദിഖ് മാഷ് പറഞ്ഞല്ലോ. ഗാന്ധിയെക്കുറിച്ച് എനിക്ക് ഏറ്റവും രസകരമായ ഒരു പ്രസ്താവന തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ചെറുമകന്റെ പുസ്തകം വായിക്കുമ്പോഴാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എൻ്റെ മുത്തച്ഛൻ സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുത്തശ്ശി സത്യം അനുഭവിക്കുകയായിരുന്നു.
ഇതാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ മുത്തശ്ശൻ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണല്ലോ. സത്യത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുത്തശ്ശി സത്യത്തെ അനുഭവിക്കുകയായിരുന്നു എന്നുള്ളത്. അത് പിന്നെ അവരുടെ അനുഭവങ്ങൾ വെച്ച് എഴുതിയ രാഷ്ട്രപിതാവിന് മേലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം നമുക്ക് കണ്ടാൽ മതി എന്നുള്ളതാണ്. വേറെ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാണുന്ന സിനിമകളും ഇപ്പൊ ഇവിടെ കേരളത്തിൽ നിരോധിക്കപ്പെട്ട നാടകങ്ങൾ, കേരളത്തിൽ നിരോധിക്കപ്പെട്ട പുസ്തകങ്ങൾ, അങ്ങനെ നമുക്ക് പറയാനായിട്ട് ഒന്നില്ല. വളരെ ചെറുത്. അടിയന്തരാവസ്ഥ കാലത്ത് എം കുട്ടിക്കൃഷ്ണനെ പോലുള്ള കവികളുടെ കവിതകളൊക്കെ നിരോധിക്കപ്പെട്ടിരുന്നു. അന്ന് നമുക്കറിയാം, നമ്മുടെ മണമ്പൂർ രാജംബാബു മാഷിനെ അന്ന് സർവീസിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തത് അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ച് എഴുതിയത്. അതുകൊണ്ടാണ് ഞാൻ കങ്കണ റണാവത്തിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞത്. ഇന്ന് എമർജൻസി എന്ന് പറയുന്ന ആ സിനിമ എടുത്ത് കാണിച്ചിട്ട് നമുക്ക് ആർക്കും ഒരു വിഷയവുമില്ല. അതിനകത്തെ തെറ്റായ രാഷ്ട്രീയ പ്രസ്താവനകളോട് നമുക്ക് ഒരു പ്രശ്നവുമില്ല. പ്രബീർ പുർകായസ്ത എന്ന് പറയുന്ന ന്യൂസ് ക്ലിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ന്യൂസ് ക്ലിക്കിന്റെ മേധാവി എഴുതിയ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം തടവിലാക്കി, അറിയാമല്ലോ. ന്യൂസ് ക്ലിക്ക്, അതുപോലെ പിന്നെ ഏതാണ് തടവിലായ ഒന്ന്, ദ വയർ എന്ന് പറയുന്നത് നമുക്ക് നെറ്റിൽ എപ്പോഴും കിട്ടുന്ന വാർത്താ പ്രാധാന്യമുള്ള ഒരു ഏജൻസിയാണ്. ഇപ്പോൾ അവിടെ എല്ലാം ED അന്വേഷണങ്ങളാണ്. പ്രബീർ പുർകായസ്ത ജയിൽ മോചിതനായതിനു ശേഷം തൃശ്ശൂർ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ നേരിട്ട് കേൾക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. എൻ്റെ ലേഖനങ്ങളും നാടകങ്ങളും ഒക്കെ തന്നെ വന്നത്. പക്ഷേ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ ന്യൂസ് ക്ലിക്കിന്റെ പേരിൽ എല്ലാം തുറന്ന് ED അന്വേഷണത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ആ അന്വേഷണങ്ങളുടെ പേരിലാണ്, അത് എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്ന് പ്രബീർ പുർകായസ്ത പറയുന്നത്. ടീറ്റ സെറ്റിൽവാദ് എന്തിനാ അറസ്റ്റിലായത് നമുക്കറിയാമല്ലോ. അതൊക്കെ ഞാൻ ആവർത്തിക്കേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ടീറ്റ പിന്നെ സെറ്റിൽവാദ് അറസ്റ്റിലായത് ഗാന്ധി വധത്തെക്കുറിച്ചുള്ള ചുരുളഴിക്കുന്ന തരത്തിൽ ഒരു വലിയ പുസ്തകം എഴുതി. മലയാളത്തിൽ അത് കിട്ടും, ഗാന്ധി വധത്തെക്കുറിച്ചുള്ള പുസ്തകം. ഇനി അതിൽ ഒരൊറ്റ ഡോക്യുമെന്റും ബാക്കിയില്ല. ആരാണ് ഗാന്ധിയെ കൊന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്ലാനിങ്, എന്തൊക്കെ രാഷ്ട്രീയ അന്വേഷണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായി, എന്തൊക്കെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചൊരു വലിയ പുസ്തകം ഗാന്ധി വധത്തെക്കുറിച്ചുള്ളത് ടീറ്റ എഴുതുകയാണ്. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആരെങ്കിലും നിലവിലുള്ള ഭരണകക്ഷിക്ക് പിന്നെ എന്താണ് ഒരു യൂണിയൻ ഗവൺമെന്റിന് നേരെ ശബ്ദമുയർത്തിയാൽ അവരെ ഇല്ലാതാക്കാനുള്ള, തമിഴ്നാട് നേരിടുന്ന എന്താണ് ഭാഷ. നാളെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മളെ പ്രതിനിധിയായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്താണ് ആ മീറ്റിങ്ങിന്റെ അടിസ്ഥാനം? നിങ്ങളുടെ പ്രാദേശിക പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കിക്കോളൂ, പക്ഷെ അതിന്റെ തലക്കെട്ടുകളെല്ലാം എന്തിലാവണം? ഹിന്ദിയിലാവണം. അതിനെതിരെ എതിർത്ത ഒരു സ്റ്റേറ്റ് ഏതാ? കേരളമാണ്. എന്തിനാണത് ഹിന്ദി ആ തലക്കെട്ടുകളാക്കി വെക്കുന്നത് എന്ന് കൃത്യമായും നമ്മുടെ ഇവിടെ നിന്ന് ചോദ്യം ഉണ്ടായി. അതുകൊണ്ടാണ് പിന്നെ ഈ നാളത്തെ മീറ്റിങ്ങിൽ നമ്മുടെ ഇവിടുന്ന് പോകുന്ന പ്രതിനിധികളുടെ നീക്കം വളരെ ശ്രദ്ധാർഹമായിരുന്നത്. അപ്പൊ ഭാഷയെക്കുറിച്ച് പിന്നെ ഉണ്ടാകുന്നു കേരള സ്റ്റോറി പോലെ, കാശ്മീർ, ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ആദ്യം പുസ്തകങ്ങളെ പിന്നെ നിരോധിക്കും, രണ്ടാമത് ഏറ്റവും അവസാനം എൻ്റെ അവരെ മനുഷ്യരെ കത്തിക്കുമെന്ന് പറഞ്ഞ കവിയെ കുറിച്ച് പറഞ്ഞു. രാമ റീടോൾഡ് എന്ന് പറയുന്നൊരു പുസ്തകം ഒബ്രി മേനോൻ്റെതായിട്ടുണ്ട്, അത് നിരോധിക്കപ്പെട്ടു. എന്തുവായി രാമ റീടോൾഡ് എന്നുള്ളത്? അതുകൊണ്ട് നമുക്ക് അറിയാൻ നിവൃത്തിയില്ല. ഒബ്രി മേനോന്റെ പുസ്തകമാണത്, അത് നിരോധിക്കപ്പെട്ടു. എത്ര പുസ്തകങ്ങൾ ഈ ഭരണകാലത്ത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു എന്നറിയാം? കണക്കെടുക്കാനാവില്ല. എഴുതിയതിനേക്കാൾ കൂടുതൽ നമ്മൾ അറിയാതെ നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ, എഴുത്തുകൾ എത്ര പേർ അറസ്റ്റിലായി? സർഗാത്മകമായ ആവിഷ്കാരത്തിന്റെ പേരിൽ, സ്വതന്ത്രമായ ആവിഷ്കാരത്തിന്റെ പേരിൽ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഭരണഘടനാനുസൃതമായി ചിന്തിച്ചതിന്റെ പേരിൽ. അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ അറിവില്ലായ്മയുടെ ഒരു തുടർക്കഥ ഇനി അങ്ങോട്ട് ഇതേപടി പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിന്റെ അവസാന ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്. 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ലേ. എപ്പോഴാണോ ഈ പുസ്തക മതങ്ങൾ എന്ന് പറയുന്ന, പുസ്തക മതങ്ങൾ എന്ന് വിളിക്കുന്നത് ഇതിനൊക്കെയാണ്. എല്ലാ മതങ്ങൾക്കും പുസ്തകങ്ങളുണ്ട് അല്ലെ. ഹിന്ദുവിനുണ്ട്, ക്രിസ്ത്യനുണ്ട്, ഖുറാനുണ്ട് അല്ലെ, ഇസ്ലാമിനുണ്ട്, എല്ലാവർക്കും പുസ്തകങ്ങൾ. ഈ പുസ്തക മതങ്ങളുടെ ഒരു വലിയ ആവിർഭാവത്തോടെയാണ് വാസ്തവത്തിൽ നമ്മൾ വർഗീയതയുടെ ഒരു വലിയ കാലത്തിലേക്ക് ഇങ്ങനെ നീങ്ങുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കുറയുന്നതിനൊക്കെയുള്ള പഠനം ഉണ്ട്. അതേസമയം നമ്മൾ പിന്നെ വനിതാ ദിനം ആഘോഷിക്കുന്നു. അതോടെ പറയാതെ വയ്യല്ലോ. വനിതാ ദിനം, എന്തിനാ വനിതാ ദിനം ആഘോഷിക്കുന്നത്? അലക്സാന്ദ്ര കൊളന്തായ്, നമുക്കറിയാം, റഷ്യൻ. ഇപ്പൊ വളരെ ഗ്ലാസ്നോസ്തായി അദ്ദേഹം പറഞ്ഞു. ഗ്ലാസ്നോസ്ത് എന്ന് പറയുന്ന വാക്ക് പ്രയോഗിക്കാവോ?
അടുത്ത വാക്ക് ഞാൻ പറയത്തില്ല, പക്ഷെ ഗ്ലാസ്നോസ്റ്റ് പറയാമല്ലോ. എന്താ അതിന്റെ അർത്ഥം റഷ്യയിലെ? സുതാര്യം, അത്രേ ഉള്ളൂ ഗ്ലാസ്നോസ്റ്റ്. അപ്പൊ വളരെ ഗ്ലാസ്നോസ്റ്റ് ആയിട്ട് അവര് അലക്സാന്ദ്ര കൊളന്തായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മൂർത്തമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് വനിതാ ദിനത്തിന് മാത്രമല്ല, ഈ പറയുന്ന ഈ ടൈറ്റിലിന് വേട്ടയാടപ്പെടുന്ന കലാപ്രവർത്തകർ, ഇവർക്കെതിരെ ഇതിനെതിരെ ഈ പ്രവർത്തനത്തിന് ആ ഏറ്റവും നമ്മെ ഹനിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ മൂർത്തമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഓരോ വനിതാ ദിനത്തിലും മൂർത്തമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവും. നടപ്പാവുന്നോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വെല്ലുവിളിക്കാം, എത്രത്തോളം നടന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ വിസിബിൾ ആയിട്ട് നമ്മൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുപോലെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നമ്മൾ കണ്ടെത്തേണ്ട ഒന്നായി മാറുന്നു ഈ വളരെ വിസിബിൾ ആയിട്ടുള്ള ശക്തമായ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും. അതിന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥയിൽ ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നാരായണ ആപ്തയുടെ ജീവിതം മാത്രം പുതിയ ഹിസ്റ്ററി പുസ്തകത്തിൽ ഒന്ന് ചേർത്താൽ മതി. പുതിയ കുഞ്ഞുങ്ങൾ എന്താണ് ഭയം എന്ന് മനസ്സിലാക്കും, ആരാണ് ഭീരുക്കൾ എന്ന് മനസ്സിലാക്കും. നാരായണ ആപ്തെ ഗാന്ധി വധത്തിൽ ഇങ്ങനെ കുറ്റാരോപിതനായി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ആ വെളുപ്പാങ്കാലത്ത് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 കൈയും കാലും കെട്ടി കരയാണ്. എന്താണ്? ഞാനൊന്നും ചെയ്തിട്ടില്ലേ, എന്നെ കൊണ്ടുപോയില്ലേ, എന്നെ കൊല്ലരുതേന്ന്. അവസാനം പോലീസുകാർ, ഇയാൾ കുഴഞ്ഞു വീഴുകയാണ്. തൂക്കുമരത്തിൽ പോകുന്നതിന് മുമ്പ് അത്ര ഭീരുവാണ്, കുഴഞ്ഞു വീഴുകയാണ്. അപ്പൊ ആ കുഴഞ്ഞു വീഴുന്നതിന് ആളെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. പോലീസുകാർ, പട്ടാളക്കാർ ചേർന്ന് ഈ നാരായണ ആപ്തെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകാൻ. അതേസമയം യാതൊരു ചാഞ്ചല്യവുമില്ലാതെ ഒരാൾ വിജയശ്രീലാളിതനായി നടന്നുപോയി. ആരാണ്? ഗോഡ്സെ. ഗോഡ്സെ എന്നിട്ട് ആളുകളോട് പറഞ്ഞു, വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന് പറയുന്ന പുസ്തകത്തിൽ നന്നായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നു, എന്നെ ഒരു കാര്യം ചെയ്യൂ, നാളെ ചരിത്രത്തിൽ ഞാനൊരു മതഭ്രാന്തൻ, ഞാനൊരു മനോരോഗി എന്നിങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ലെവലില്ലാത്ത ഒരാൾ എന്നിങ്ങനെ ചരിത്രം എന്നെ വിധിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യണം, എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് ഇപ്പോൾ നടത്തണം. എൻ്റെ BP, ഞാൻ വളരെ നോർമലായ ഒരു മനുഷ്യനാണ് എന്ന് നിങ്ങൾ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം, ഞാൻ മരിച്ചതിന് ശേഷവും എന്ത് ചെയ്യുക, എൻ്റെ ചിതാഭസ്മം സ്വതന്ത്ര ഹിന്ദു രാഷ്ട്രത്തിനായി സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വൈ ഈ അസാസിനേറ്റഡ് ഗാന്ധി എന്ന് പറയുന്ന പുസ്തകം രചിച്ചു അയാൾ, ഗോഡ്സെ. അപ്പൊ ഇത്തരത്തിൽ ചരിത്രത്തിന്റെ പേര് പറഞ്ഞ് നമ്മെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും സവർക്കറുടെയൊക്കെ പുസ്തകം പുതിയതായിട്ട് ഒരുപാട് എഡിഷൻ വിറ്റുപോയി കേട്ടോ. എത്ര എഡിഷനാണ് വിറ്റുപോയതെന്ന് പോലും കണക്കില്ല. ഞാൻ എന്തുകൊണ്ട് കരുതിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് മലബാർ കലാപത്തെക്കുറിച്ച്, മലബാർ കലാപം നമ്മൾ പറയുക, ആളുകൾ പറയുക, നമ്മളങ്ങനെ പറയുന്നില്ല. മാപ്പിള ലഹള എന്ന് നമ്മൾ കാർഷിക കലാപമായിട്ട് അതിനെ കാണുന്നു. അതിനെ ഞാൻ എന്തുകൊണ്ട് കരുതിയിരിക്കണമെന്ന് സവർക്കറുടെ പുസ്തകമുണ്ട്, നാടകമുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങളൊക്കെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ ഇഞ്ചിലും, നമ്മുടെ നടപ്പിലും, നമ്മുടെ പ്രഭാതങ്ങളിലും, നമ്മുടെ മുഴുവൻ ജീവിതത്തിലും ഈ ഒരു കരുതൽ നമുക്കുണ്ടായിരിക്കണം. അതേസമയം നമ്മൾ എന്ത് ചെയ്യില്ല, ഭയം നമ്മുടെ നിഘണ്ടുവിന് പുറത്താണ്. ഹിറ്റ്ലർ ഭരിക്കുന്ന രാജ്യത്ത് ഒരാൾ കാണാൻ പോയി. അപ്പൊ ചോദിച്ചു, നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ അയാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നാസി ഭരണം, എങ്ങനെയുണ്ട് ജർമ്മനി, നാസികളുടെ ജർമ്മനി? അപ്പൊ അയാൾ പറഞ്ഞു, ഭയം ഭരിക്കുന്ന ഒരു രാജ്യത്തെ ഞാൻ ആദ്യമായി കാണുകയാണ്, ഭയം ഭരിക്കുന്ന ഒരു രാജ്യത്തെ ഞാൻ ആദ്യമായി കാണുകയാണ് എന്ന് പറഞ്ഞ അതിന് പകരം വെക്കാവുന്ന ഒന്നാണ് ബ്രത്ത് പറഞ്ഞ ഇരുണ്ട ഉദ്യാനത്തിൽ നിന്ന് ഞാൻ എൻ്റെ പൂക്കൾ ഇറക്കുന്നുവെന്ന് ബ്രത്ത് പറഞ്ഞ കാവ്യപരമായ ചിന്ത. അപ്പോൾ പ്രസാദാത്മകമായ, ഏറ്റവും കൂടുതൽ ഭരണഘടനയെ സൂക്ഷിക്കുന്ന നല്ല നല്ല വലിയ പുസ്തകങ്ങൾ നമ്മൾ രചിക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവയെ തിരിച്ചു പിടിക്കുകയും, അതേസമയം നമ്മളാരും വായിക്കാറുണ്ട് ആ പുസ്തകങ്ങളെ വീണ്ടും റീപ്രിന്റ് ചെയ്യാനുള്ള വലിയ ത്വര നിലനിൽക്കുന്ന ഒരു അവസരത്തെ കരുതിയിരിക്കുകയും ചെയ്യണം. ഒരു തവണ ബസ്സിൽ, അതുകൊണ്ട് പറഞ്ഞ അവസാനിപ്പിക്കും, ബസ്സിൽ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ തൊട്ടരികിൽ വന്നിരുന്നു. അവരുടെ മടിയിൽ തുണിയിൽ പൊതിഞ്ഞ് ഇത്രയും പുസ്തകങ്ങളുണ്ട്. അപ്പം എനിക്ക് സന്തോഷമായി. അവർ പാളയത്തു നിന്ന് കയറിയതാണ്. ഞാൻ അവരോട് ചോദിച്ചു, വലിയ വായനക്കാരിയാണ് അല്ലേ? അപ്പം പറഞ്ഞ വലിയ വായനക്കാരിയാണ്, വായിക്കുക മാത്രമല്ല ഇത് എല്ലാവർക്കും കൊടുക്കുകയും ഇത് പഠിപ്പിക്കുകയും ചെയ്യും. ഞാൻ കുറച്ചു നേരം അവർ മിണ്ടിയില്ല. എന്നെയും കുറിച്ച് കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ ഞാൻ നോക്കൂ ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ അവർ ആ തുണിക്കെട്ട് മെല്ലെ നീക്കി എന്നെ ആ പുസ്തകങ്ങൾ കാണിച്ചു. അതേതായിരിക്കും ആ പുസ്തകങ്ങൾ, ഏത് വീടുകളിലേക്കുമാണ് അതെത്തുക, എത്ര നിശബ്ദമായാണ് ആ പ്രചരണങ്ങൾ നടക്കുക. അവർ അഭ്യസ്ത വിദ്യയായ ഒരു സ്ത്രീയല്ല, സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വീട്ടമ്മ എന്നുള്ള പദം ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ആ അകത്ത് ജീവിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ കരുതിയിരിക്കുക എന്ന സന്ദേശം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പോരാടാം. ഓക്കെ, അഭിവാദ്യങ്ങൾ.